അതിനിടയിൽ പയ്യന്നൂരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. പയ്യന്നൂരിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ആരോപണത്തിലെ പയ്യന്നൂരിൽ പോലീസ് പരിശോധന. ഇന്നലെ രാത്രിയാണ് സ്വാമിമുക്കിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയത്. പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് SHO ഉൾപ്പെടെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത് മുഴക്കുന്ന, അപ്പോൾ അതൊരു വ്യാജ വിവരമായിരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ഈ വ്യാജ ബോംബ് ഭീഷണി എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? അരുൺ, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ രാത്രിയാണ് സ്വാമിമുക്കിലെ വീട്ടിലേക്ക് SHO ഉൾപ്പെടെയുള്ളവർ എത്തുന്നത്. ഇവർക്ക് ലഭിച്ച വിവരം ഇങ്ങനെയായിരുന്നു അരുൺ. ലാപ്ടോപ്പ് വഴി ഇത്തരം വ്യാജ തിരിച്ചറിയൽ കാർഡുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നു, അവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് അത് വിതരണം ചെയ്യുന്നു. ഇതായിരുന്നു പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ വീട്ടിലേക്ക് എത്തുന്നതും അങ്ങനെ വീടിനകത്ത് ഒരു പരിശോധന നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ആരോപിക്കപ്പെട്ട രീതിയിലുള്ള ഒന്നും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള മറുപടിയാണ് നിലവിൽ പോലീസ് നൽകുകയും ചെയ്യുന്നത്. ഒരു CPM പ്രവർത്തകന്റെ വീടാണ് എന്നുള്ള ഒരു ആരോപണവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്, UDFും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം അരുൺ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് പ്രചാരണത്തിന്റെ മധ്യഭാഗത്താണ് പയ്യന്നൂരിൽ ഇങ്ങനെ ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം നടക്കുന്നു എന്നുള്ളൊരു ആരോപണം. അത് KC വേണുഗോപാൽ തന്നെ രംഗത്തെത്തുകയും അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ 3-ാം നിലയിൽ LDF ഈ രീതിയിലുള്ള തിരിച്ചറിയൽ കാർഡുകൾ, ആധാർ കാർഡുകളൊക്കെ അച്ചടിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അതിന് പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതൊക്കെ നമുക്കറിയാം. ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ രീതിയിലുള്ള ഒരു രഹസ്യ വിവരം പോലീസിന് ലഭിക്കുന്നതും അതിനെ തുടർന്ന് ഇന്നലെ രാത്രി സ്വാമിമുക്കിലെ ഒരു വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ നിലവിലേതായാലും അവിടെ നിന്ന് ഈ ആരോപിക്കപ്പെട്ട രീതിയിലുള്ള ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള മറുപടിയാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. താങ്ക് യു അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒന്നും കണ്ടെത്തിയില്ല കേട്ടോ. അവിടെ ചില അന്വേഷണങ്ങളൊക്കെ നടന്നിരുന്നു, അങ്ങനെ ചില പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ആധാർ കാർഡ് വ്യാജമായിട്ട് അച്ചടിച്ചുകൊണ്ട് കള്ളവോട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു നേരത്തെ പറഞ്ഞത്. പക്ഷേ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെയും.